വിയറ്റ്നാമിലെ പ്രധാന ടൂറിസ്റ്റ് ആകർഷണങ്ങളിലൊന്നായ നിൻബിന്നിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന നെൽപ്പാടങ്ങളും യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെട്ട ലൈംസ്റ്റോൺ മലകളൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു അത്യപൂർവമായിട്ടുള്ള കാഴ്ചയാണ് നിൻബിന്നി നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. വിയറ്റ്നാമിലെ നമ്മുടെ 3rd ഡേ ആണ് ഇന്ന്. ഇന്നലെ നമ്മൾ താമസിച്ചിരുന്നത് ഹനോയിലെ വൈറ്റ്സ് ഹോസ്റ്റലിലായിരുന്നു. അപ്പോൾ വൈറ്റ്സ് ഹോസ്റ്റലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. ഹനോയിലെ ഹോസ്റ്റലിൽ നിന്നും നമ്മൾ ഇന്ന് രാവിലെ ചെക്ക് ഔട്ട് ചെയ്തു. അപ്പോൾ നമ്മളിനി നേരെ പോകുന്നത് നിൻബിന്നിലേക്കാണ്. ഹനോയിൽ നിന്നും ഏകദേശം 100 കിലോമീറ്റർ ഉണ്ട് നിൻബിന്നിലേക്ക്. നിൻബിന്നിൽ നിന്ന് നമ്മൾ അവിടെ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ഇന്ന് നൈറ്റ് നമ്മൾ നേരെ ദനാങ്ങിലേക്ക് ട്രാവൽ ചെയ്യണം. അപ്പോൾ ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ദനാങ്ങിലേക്ക് നമ്മൾ എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്, ഏതൊക്കെ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ എന്തായാലും അത് ആദ്യം കാണുക. ഹനോയിൽ നിന്നും നമ്മൾ ഇന്നലെ ഹാലോങ് ബേയിലേക്ക് പോയതുപോലെ തന്നെ നിൻബിന്നിലേക്കും നമ്മൾ പാക്കേജ് എടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ഹോട്ടലിൽ വന്നിട്ട് നമ്മുടെ ബസ് പിക്ക് ചെയ്യും. എന്നിട്ട് നമ്മൾ ഏകദേശം 100 കിലോമീറ്ററോളം യാത്രയുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഫ്രഷ് അപ്പിന് വേണ്ടിയും ടീ ആൻഡ് റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് തരും. നിൻബിൻ പാക്കേജിൽ ഒരുപാട് സ്ഥലങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. അങ്ങനെ ഒരു സ്പോട്ടാണിത്. ഇവിടെ അവർ നമുക്ക് കുറച്ച് അവരുടെ പ്രോഡക്റ്റ്സ് പരിചയപ്പെടുത്തി തരാണ്. കറ കളയാനുള്ളതും അതുപോലെ തന്നെ ബാമ്പു കൊണ്ട് ഉണ്ടാക്കിയതായിട്ടുള്ള കുറേ സംഭവങ്ങൾ. ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് നിൻബിന്നിലെ ലൈൻ ഡ്രാഗൺ മൗണ്ടനും മോവ കേവ്സും ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. ഈ വിയറ്റ്നാമും ഡ്രാഗൺസും തമ്മിൽ എന്തൊക്കെയോ ഒരു അന്തർധാരയുണ്ട് കേട്ടോ. അവരവരുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് കാണുന്നതാണ് ഈ ഡ്രാഗൺസ്. നമുക്ക് പല സ്ഥലത്തും ഈ ഡ്രാഗൺസിൻ്റെ സ്റ്റാച്യൂസും അതുപോലെ പല സിംബൽസും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഈ ഒരു സ്ഥലത്തിന് ലൈൻ ഡ്രാഗൺ മൗണ്ടൻ എന്ന് പേര് വരാൻ കാരണം പണ്ട് ഇവിടെ ഒരു ഡ്രാഗൺ ഉണ്ടായിരുന്നു. ആ ഡ്രാഗൺ ആണ് ഈ ഒരു സ്ഥലത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നത് എന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സ്റ്റെപ്സ് കയറി മേലെത്തിയിട്ട് വേണം ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട്. താഴെ താമര, ആമ്പല് തുടങ്ങിയ പലതരം കൃഷികളുണ്ട്. അപ്പോൾ നമ്മൾ മേലെത്തി അവിടുത്തെ ഒരു നല്ലൊരു പാനോറമിക് വ്യൂ ഒക്കെ കണ്ട് താഴെ ഇറങ്ങി. ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു പാർക്ക് പോലെ തന്നെയാണ്. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. ഇവിടെ പല മരത്തിൻ്റെ താഴേക്ക് ഊഞ്ഞാലുകൾ കെട്ടിയിട്ടുണ്ട് നമുക്കിരുന്ന് വിശ്രമിക്കാനും. പുറത്ത് നല്ല വ്യൂസ് ആണ് കേട്ടോ. മോവ കേവ്സ് നമുക്ക് അവിടെ കാണാം. അതുപോലെ തന്നെ നമ്മൾ ഈ വാൾപേപ്പേഴ്സിലും നോട്ട്ബുക്സിൻ്റെ കവേഴ്സിലൊക്കെ കണ്ടിട്ടുള്ള പല പിക്ചേഴ്സും റിയലായിട്ട് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റി. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അവിടുന്ന് തൊട്ടടുത്ത് തന്നെ ഒരു 1 കിലോമീറ്റർ മാത്രമേ നമ്മൾ ട്രാവൽ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ തന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്ന ഒരു സ്പോട്ട് എത്തി. അപ്പോൾ ഇവിടെയാണ് നമുക്ക് അവർ ഇന്നത്തെ ലഞ്ച് പാക്കേജിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ലഞ്ച് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഹനോയിൽ നിന്ന് നമ്മളെ പിക്ക് ചെയ്യുന്നത് മുതൽ നമ്മുടെ ഈ ഒരു ലഞ്ചും അതുപോലെ തന്നെ ബാക്കി നിൻബിന്നിലുള്ള എല്ലാ ആക്ടിവിറ്റീസും സൈറ്റ് സീയിങ് ഒക്കെ ഉൾപ്പെടെ നമുക്കൊരാൾക്ക് വന്നിട്ടുള്ളത് $30 ആണ്. അടുത്തതായി നമ്മൾ പോകുന്നത് ഹൊയാലു ക്യാപിറ്റൽ സിറ്റിയിലേക്കാണ്. ചൈനീസ് റൂളിൽ നിന്നും വിയറ്റ്നാമിന് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ആദ്യത്തെ ക്യാപിറ്റലാണ് ഈ ഒരു പ്ലേസ്. ഇത് കുറച്ച് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പ്ലേസസ് ആണ് ഇവിടെ നമുക്ക് കൂടുതലും കാണാനുള്ളത്. വിയറ്റ്നാമിലെ ആദ്യ ഭരണാധികാരിയായിട്ടുള്ള ഡെയിൻ ടെയ് ഹൊയാൻ്റെ ഒരു ടെമ്പിളാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിൽ പിന്നീട് ആളുകൾ നിർമ്മിച്ച ഒരു അമ്പലമാണിത്. അദ്ദേഹത്തെ സംസ്കരിച്ചിട്ടുള്ളതും ഇവിടെ തന്നെയാണെന്നാണ് പറയുന്നത്. ഇവിടെ നമ്മളിങ്ങനെ ഓരോ പ്രതിഷ്ഠകൾക്കൊക്കെ കാണിക്ക വെക്കുമല്ലോ, അതേപോലെ ഇവിടെ വെച്ചിട്ടുള്ളത് ഈ പെപ്സി, കൊക്കക്കോള, ബീർ അങ്ങനെ പല എന്തൊക്കെയോ ക്യാനും തിങ്സും ഒക്കെയാണ്. അതുപോലെ അവിടെ കണ്ട എന്തോ ഒരു പ്രത്യേക തരം ആചാരമാണിത്. എനിക്ക് വിയറ്റ്നാമിൽ വന്നിട്ട് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് കേട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ദിസ് ഇസ് ട്രാങ് ആൻഡ് ലാൻഡ്സ്കേപ്പ് കോംപ്ലക്സ്. മാക്സിമം 4 ആളെ ഒരു ബാംബു ബോട്ടിൽ കയറ്റിയിട്ട് 1 മണിക്കൂറോളം ലൈംസ്റ്റോൺ കേവ്സ് ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു നദിയുടെ ചുറ്റും നമ്മളിങ്ങനെ അവർ തുഴഞ്ഞു കൊണ്ടുപോവാണ്. അത് അടിപൊളിയാണ് കേട്ടോ. ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമുക്ക് വാക്കുകളിൽ വരുത്താൻ കഴിയാത്ത രീതിയിലാണ്.
ഭയങ്കര കാമായിട്ടുള്ളൊരു പീസ്ഫുൾ ഒരു ആംബിയൻസ് ആയിരുന്നു നമുക്ക് അവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മുടെ കിങ് കോങ് മൂവി ലൊക്കേഷൻ കൂടിയാണ് കേട്ടോ. അപ്പോൾ ആ മൂവി കണ്ടിട്ടുള്ളവർക്ക് ഈ ഒരു സ്ഥലം കാണുമ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇവിടെയുള്ള മിക്ക ബോട്ടുകളിലും നമ്മളിങ്ങനെ തുഴഞ്ഞു കൊണ്ടുപോകുന്നത് സ്ത്രീകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വന്ന് നോട്ട് ചെയ്തൊരു കാര്യം, വിയറ്റ്നാമിൽ മൊത്തമായിട്ട് പൊതുവെ സ്ത്രീകളാണ് എല്ലാ ജോലികളിലും മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളതാണ്. പുരുഷന്മാരെക്കാളും നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല, എല്ലാ ജോലികളിലും സ്ത്രീകളുടെ അവരുടെ ഒരു പ്രസൻസ് കാണിക്കുന്നുണ്ട്. ഈ കാണുന്ന ലൈം സ്റ്റോൺസിൻ്റെ അടിയിലൂടെയുള്ള യാത്രയും അതിമനോഹരമാണ് കേട്ടോ. നമുക്ക് ഇവിടെ ശരിക്കും നല്ല ഇരുട്ടായതുകൊണ്ട്, വെളിച്ചമൊന്നും എത്താത്ത ഭാഗങ്ങളായതുകൊണ്ട് അവർ സെപ്പറേറ്റ് ആയിട്ട് ലൈറ്റ്സൊക്കെ ഇവിടെ ഘടിപ്പിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ഇതിലൂടെ പോകുമ്പം. വേറെ ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ പല സ്ഥലത്തും നമ്മൾ കുനിഞ്ഞിരിക്കേണ്ടി വരും. അതായത് നമ്മളെ തല ഒക്കെ ഈ പാറക്കെട്ടുകൾ തട്ടുന്ന രീതിയിലാണ്. അത്രയും ഒരു പൊക്കത്തിൽ വെള്ളം ഇവിടെ ഉണ്ടാവും. അപ്പം നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇരുന്നിട്ട് വേണം ഇതിലൂടെ പാസ് ചെയ്യാൻ. നിംബിൽ നിന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ കിട്ടുന്നൊരു വ്യൂ ആണ് കേട്ടോ അത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിയറ്റ്നാമിൽ വന്നതിന് ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇവിടുത്തെ വെള്ളത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ്. ചില ഏരിയയിലൊക്കെ പായൽസൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു ബോട്ട് സർവീസ് ഇവിടെ ഉണ്ട്. അവരിതെല്ലാം വന്ന് കളക്ട് ചെയ്യും. ഇവിടെയുള്ള എല്ലാ വേസ്റ്റുകളൊക്കെ അവർ തന്നെ എടുക്കുന്നുണ്ട്. നല്ല ക്ലീനായിട്ട് ഇവരിത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ പെട്ടതുകൊണ്ട് തന്നെ ആവാം അത്രയും മനോഹരമായിട്ട് അത്രയും കെയർഫുള്ളായിട്ട് അവരിത് നോക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു യാത്ര കഴിഞ്ഞു. ഇനി ഞങ്ങൾ ദനാങ്ങിലേക്ക് പോവുകയാണ്. ദനാങ് എന്ന് പറയുന്നത് സെൻട്രൽ വിയറ്റ്നാം ആണ്. നമുക്ക് അവിടേക്ക് ഫ്ലൈറ്റ് സർവീസ് അവൈലബിൾ ആണ്. പക്ഷേ ഞങ്ങൾ ഇപ്രാവശ്യം ചൂസ് ചെയ്തിട്ടുള്ളത് ബസ്സാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ പാക്കേജ് എടുത്ത് അവർ തന്നെ നമ്മളെ ഗ്രാബ് വിളിച്ച് ഈ ഒരു ബസ് പോയിന്റിൽ എത്തിച്ചു തന്നു. ഇവിടെ നിന്നാണ് നമുക്കിനി ബസ് വരുന്നത്. ബസ്സിൽ നമുക്കൊരു ഓവർനൈറ്റ് ജേർണി വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങൾ ചൂസ് ചെയ്ത ബസ് അത്ര ഒരു കംഫേർട്ട് അല്ലായിരുന്നു. നമുക്ക് രാത്രി ട്രാവൽ ചെയ്യാൻ പറ്റിയ സേഫാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിടക്കാനും ഉറങ്ങാനും ഒന്നൊരു എന്തോ പറ്റിയിരുന്നില്ല മര്യാദയ്ക്ക്. ഒരു രാത്രി ഫുൾ ഉറങ്ങാതെ ഇരുന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളിനി ചൂസ് ചെയ്യുകയാണെങ്കിൽ ഫ്ലൈറ്റ് അല്ല ബസ്സാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. ബസ്സാണ് ഏറ്റവും ലാഭം. നമ്മൾ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ബസ് തന്നെയാണ് ലാഭം. പക്ഷേ ബസ് ചൂസ് ചെയ്യുമ്പോൾ VIP ബസ് ചൂസ് ചെയ്യുക. ഞങ്ങൾ ദനാങ്ങിൽ നിന്ന് ഹാനോയിലേക്ക് റിട്ടേൺ ബസ് ചൂസ് ചെയ്തത് VIP ബസ്സായിരുന്നു. അത് അടിപൊളിയാണ്. ബസ്സിൻ്റെ മാത്രം ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു അതിൻ്റെ ലാസ്റ്റ് കൊടുക്കാം. അടിപൊളിയാണ് കേട്ടോ. ആ ഒരു ടൈപ്പ് ബസ്സിനെ നിങ്ങൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഞങ്ങൾക്ക് അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾക്കൊരു അമളി പറ്റി. അപ്പോൾ തിരിച്ച് വരുമ്പം അത് പറ്റരുത് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ നേരത്തെ കൂട്ടി ഒന്നും കൂടി നന്നായി സെർച്ച് ചെയ്തിട്ടാണ് പിന്നീട് ബസ് നോക്കിയത്. ചെറിയൊരു മഴയാണ് ഞങ്ങളെ ദനാങ്ങിലെ ഹൊയാനിലേക്ക് വെൽക്കം ചെയ്തത്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ലേറ്റായിട്ടാണ് എത്തിയത്. പറഞ്ഞ ടൈമിനേക്കാളും ബസ് കുറച്ചുകൂടെ ലേറ്റായിരുന്നു. അപ്പോൾ എന്തായാലും ദനാങ്ങിലെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.